ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ CAD റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും മുകളിലെ കാർട്ടിലും ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CAD റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ട അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ കമാൻഡൻറ്റ് CAD പുൽഗോൺ ഡിസ്ട്രിക്ട് വാർധ മഹാരാഷ്ട്ര പിൻ 442303 ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 21 ജൂലൈ 2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അവസാനം നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സന്ദർശിക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഫില്ല് ചെയ്ത് അപേക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് ഫിൽ ചെയ്യേണ്ട രീതി പറ്റിയിട്ട് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് നമ്പറാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് നമ്പർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. അതിനുശേഷം ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലത്തേ സൈഡിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിച്ചിരിക്കേണ്ടതാണ്. ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് അറ്റസ്റ്റ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ആ ഒരു ഫോട്ടോയിലും ആ ഒരു പേപ്പറിലും ചേർത്ത് സൈൻ ചെയ്യുന്ന രീതിയാണ് സെൽഫ് അറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സൈൻ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നാണ്. അതായത് നിങ്ങൾ ഏതൊരു പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഏതാണോ അത് അവിടെ എഴുതുക. അടുത്ത രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് കാൻഡിഡേറ്റ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. അതുപോലെ തന്നെ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്ററിൽ മാത്രം നെയിം എഴുതുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. ഇനി അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എഴുതുക. ഇനി അടുത്ത അഞ്ചാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഏജ് ആണ്. ലാസ്റ്റ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് ജനിച്ചിട്ട് എത്ര മാസം അതുപോലെ തന്നെ എത്ര വർഷം എത്ര ദിവസം ആയി എന്നാണ്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ എഴുതേണ്ടതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ തന്നെ തൊട്ട് താഴെ പെർമനൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സും എഴുതേണ്ടതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് +2 ഒക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നൽകുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, അതായത് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത 9ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് കാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് താഴെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ESM, സ്പോർട്സ് പേഴ്സൺ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത 10ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് സർവീസ് ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ഫിൽ ചെയ്താൽ മതി. ഇനി അടുത്ത 11ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം തൊട്ട് താഴെയുള്ള ആ ഒരു ഓപ്ഷൻസ് ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം 12ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തൊട്ട് താഴെ എഴുതേണ്ടതാണ്. ഇനി അടുത്ത 13ാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. എസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ എൻ്റർ ചെയ്ത ശേഷം
തൊട്ട് താഴെ നിൽക്കൊരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം തൊട്ട് താഴെ സിഗ്നേച്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇടത്തെ സൈഡിലായിട്ട് ഡേറ്റ് പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷനും നിങ്ങൾ എഴുതേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫോർ ഓഫീസ് യൂസ് ഓൺലി എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, അത് ഓഫീസ് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അക്നോളജ്മെൻറ്റ് കാർഡ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് ഫിൽ ചെയ്യേണ്ട രീതിയെ പറ്റിയിട്ട് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുകയാണ്. വലത്തേ സൈഡിലായിട്ട് ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ ഒട്ടിക്കുക. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെൽഫ് അറ്റസ്റ്റും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം ഒന്നാമതായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ എഴുതുക. അതിനുശേഷം മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് നെയിം എഴുതുക. അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എട്ടാമത്തെ സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു സെക്ഷനാണ് ഇനി നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്, കാറ്റഗറി. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സൈൻ കൃത്യമായിട്ട് തന്നെ അവിടെ ഇടുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക, കോളിംഗ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാ കാൻഡിഡേറ്റ്സും ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ മെയിനായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഒട്ടിക്കുക. അത്ര മാത്രമാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യേണ്ടത്. വലത്തേ സൈഡിലായിട്ട് ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ച ശേഷം അവിടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ SC ST കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെക്ഷനാണ് കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷൻ SC ST കാൻഡിഡേറ്റ്സ് മാത്രം ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ OBC കാൻഡിഡേറ്റ്സിനായിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ OBC കാൻഡിഡേറ്റ്സ് മാത്രം ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഡിസേബിലിറ്റി, എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഒക്കെ ഉള്ളവർ മാത്രം ഫിൽ ചെയ്താൽ മതി. മെയിനായിട്ടും ഇത്രയും ഫോംസാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അയക്കേണ്ട ഫോംസ് ഏതാണോ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വേണ്ടത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ്. അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ്. ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. അടുത്ത മൂന്നാമതായിട്ട് വേണ്ടത് ഫോട്ടോയാണ്. 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. അടുത്ത നാലാമതായിട്ട് വേണ്ടത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയോ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിലുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് OBC കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ OBC കാൻഡിഡേറ്റ്സിന് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. അതിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് അയക്കേണ്ടത്. പ്രധാനമായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് ആപ്ലിക്കേഷൻ്റെ കൂടെ അയക്കേണ്ടത്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും സെൽഫ് എൻവലപ്പ് കവർ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടതാണ്. സെൽഫ് എൻവലപ്പ് കവറിന് സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 12x18 സെൻറ്റിമീറ്ററുള്ള സെൽഫ് എൻവലപ്പ് കവറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ 25 രൂപയുടെ സ്റ്റാമ്പും ഒട്ടിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന കവറിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയ ശേഷം നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്ന ആ ഒരു പോസ്റ്റിൻ്റെ നെയിം എഴുതുക. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറിയും കൃത്യമായിട്ട് തന്നെ അവിടെ എഴുതിയിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ പരിഗണിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ CAD റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.